സെക്കൻഡ് എപ്പിസോഡായിട്ട് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ബാക്കി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുവാണ്. അങ്ങനെ എൻ്റെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഭാരം എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച്. അവരുടെ ഭാവി എന്താകും. ഞങ്ങൾ സാമ്പത്തികമായി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വളരെ ക്ഷയിച്ച അവസ്ഥയിലായിരുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനോ അവരുടെ വിവാഹത്തിനോ ഒന്നുമുള്ള സാമ്പത്തിക നന്മയൊന്നുമില്ലായിരുന്നു. എന്നാൽ കർത്താവ് പിന്നത്തേതിൽ അവരെ അനുഗ്രഹിക്കുവാനും അവർക്കും ജോലിയെല്ലാം ലഭിച്ച, ഒരാൾ ന്യൂസിലൻഡിലും ഒരാൾ അയർലൻഡിലും കുടുംബമായിട്ട് വിശ്വാസത്തോടെ ആയിരിക്കുന്നു. അവരെയും ദൈവം മാനിക്കാനിടയായി. ബന്ധുക്കാരും കുടുംബക്കാരുമെല്ലാം വിശ്വാസത്തിൽ വന്നതുമൂലം ക്ഷയിച്ചു പോയി എന്ന് പറഞ്ഞ് തള്ളിയ സ്ഥാനത്ത് ദൈവം എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങളെ മാനിക്കാൻ ഇടയായി. ഭാരപ്പെട്ട വിഷയത്തിലെല്ലാം ദൈവം വലിയ പ്രവൃത്തി അയച്ചു. അത് തന്നെയല്ല, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാനാണല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടം ഏത് പ്രതിസന്ധിയും പ്രതികൂലവും കടന്നു വരുമ്പോൾ ഉത്തരം ലഭിക്കാത്ത ചില പ്രാർത്ഥനകൾക്കൊന്നും എന്തുകൊണ്ടാണ് ഉത്തരം ലഭിക്കാത്തതെന്ന് നാം ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവം എല്ലാത്തിനും മറുപടി തരുന്ന, ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് എല്ലാത്തിനും മറുപടി തരുന്ന നാളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാനും ദൈവത്തിൻ്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിബിംബമായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടണമെന്നുള്ളതാണല്ലോ ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം നമ്മെ ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. എല്ലാം നന്മയ്ക്കാക്കി തീർക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ട നമുക്കോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും ഓരോ കാര്യങ്ങളും ദൈവം അല്ല. അതിലൂടെയെല്ലാം ദൈവഹിതം ഇന്നതാണെന്ന് തിരിച്ചറിയാനും ദൈവഹിതത്തിൽ ഉറച്ചു നിൽപ്പാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യട്ടെ. നാം അപ്രകാരമായിരിക്കുന്നെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കില്ല. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയില്ല. അവരോ പ്രകാശിതരായി എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പ്രതിസന്ധിയും ഒരു പരീക്ഷയും നമ്മുടെ ദോഷത്തിനായിട്ടല്ല, അതെല്ലാം നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ തേജസ്സിനായി തീർക്കുന്ന ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അവൻ അന്ത്യത്തോളം നമ്മളെ സൂക്ഷിപ്പാനും നമ്മളെ ശക്തീകരിപ്പാനും എല്ലാം മതിയായ ദൈവമാണ്. അന്ത്യത്തോളം നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. തന്നോട് വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, സമ്പന്നനായ ദൈവമാണ്. അതുകൊണ്ട് ഒന്നിലും ഭാരപ്പെടാതെ ധൈര്യത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നാം ഓരോരുത്തരും നിത്യജീവൻ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിബിംബമായി രൂപാന്തരപ്പെട്ട് ദൈവത്തോട് അനുരൂപമാരായി തീരുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.